ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു നല്ല പോസ്റ്റുമായിട്ടാണ്. ഓഫീസ് അസിസ്റ്റൻറ്റ് ജോബും കൂടെ തന്നെ റേഡിയോളജിസ്റ്റ്, പാത്തോളജിസ്റ്റ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇത് പോസ്റ്റിംഗ് വരുന്നത് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്താണ് കേട്ടോ പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഏതൊക്കെ തരത്തിലുള്ള പഠിപ്പുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് മറ്റുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിന് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് മെയിലിലോട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ അപ്ലിക്കേഷൻ പ്രൊസീജിയർ വന്നിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. ഡേറ്റ് 30 വരെയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിന് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഈ ഒരു പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് HLL ലൈഫ് കെയർ എന്ന് പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിലാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പോസ്റ്റാണ് കേട്ടോ വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ പൊസിഷൻ ഓഫ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ മിനിമം 2 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് വേണം ഈ ഒരു ഫീൽഡിൽ. അതായത് MS ഓഫീസ്, എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ്, ടെൻഡറിങ് ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടു ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിലിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. HLL ലൈഫ് കെയർ ലിമിറ്റഡിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് കിടക്കുന്നതാണ് അപ്ലിക്കേഷൻ ഫോമാറ്റ്. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇവർ പറഞ്ഞിരിക്കുന്ന മെയിൽ ID-യിലോട്ട്. സോ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഡേറ്റ് അയക്കാനുള്ളത് 30 വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു എന്താ പറയുക ആ ഒരു മെയിൽ ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. recruiter@lifecarehll.com എന്നാണ് ഈ ഒരു മെയിൽ ID. അപ്പോൾ അതിലോട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ CV, നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ലാസ്റ്റ് സാലറി സ്ലിപ്പ്, പിന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം, ഇത്രയും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ മിനിമം 2 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം ഈ പറഞ്ഞിരിക്കുന്ന ഫീൽഡിൽ. ഇനി ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വന്നിട്ട് കോർപ്പറേറ്റ് ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന കീ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇത്രയും. അതായത് പ്രൊക്യൂർമെൻറ്റ് സപ്പോർട്ട്, ടെൻഡർ പാർട്ടിസിപ്പേഷൻ, സാങ്ഷൻ നോട്ട് ട്രാക്കിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്ക്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ, പിന്നെ വരുന്നത് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലുള്ള ഒരു പ്രാവീണ്യം വേണം. അതുകൊണ്ടാണ് അവർ 2 കൊല്ലം എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് വരുവാണെങ്കിൽ റിട്ടൺ ടെസ്റ്റിനാണ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ കോൾ ചെയ്യുന്നത്. അതായത് 30 മിനിറ്റിൻ്റെ 50 മാർക്കിലുള്ള ഒരു റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും. ഏജ് ലിമിറ്റ് വന്നിട്ട് 37 വയസ്സിന് കൂടാനായിട്ട് പാടില്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇവർ ഈ ഒരു ഓഫീസിലോട്ട് തന്നെ കൊടുത്തിരിക്കുന്ന വേക്കൻസീസ് ആണ് റേഡിയോളജിസ്റ്റ്, പാത്തോളജിസ്റ്റിൻ്റെ ഒഴിവുകൾ. അതിന് അപ്ലൈ ചെയ്യാനുള്ളവർക്ക് അവരുടെ റെസ്യൂംസ് ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് ഈ ഒരു ടാഗ് വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. റേഡിയോളജിസ്റ്റ്, പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ടാഗ് വെച്ചിട്ട് വേണം അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലോട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സൈറ്റിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ റെസ്യൂം, എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ, ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും, കൂടെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും, അതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പും കൂടെ അപ്ലോഡ് ചെയ്യണം. സോ 3 പോസ്റ്റാണ് ഇവരിതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. റേഡിയോളജിസ്റ്റിനും പാത്തോളജിസ്റ്റിനും അപ്ലിക്കേഷൻ ഫോം ഒന്നുമില്ല. നിങ്ങളുടെ റെസ്യൂം ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ബാക്കിയുള്ള ജനറൽ കണ്ടീഷനിലോട്ട് വരുവാണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട് കാറ്റഗറി അനുസരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് റിട്ടൺ ടെസ്റ്റിന് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനും നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ മെയിൽ ID ത്രൂ ആയിരിക്കും, അതല്ലെങ്കിൽ ഫോൺ നമ്പറിലോട്ടായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. ബാക്കി ഉള്ള ഡീറ്റെയിൽസ് ആണ് താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് വന്നിട്ട് കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ പെർമനൻ്റ് അല്ല. എന്നിരുന്നാലും നല്ല സാലറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ HLL ലൈഫ് കെയറിൻ്റെ കരിയേഴ്സ് പേജിൽ പോയിട്ട് ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് CV അറ്റാച്ച് ചെയ്തിട്ട് മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഡേറ്റ് 30-ാം തീയതി വരെയുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വേക്കൻസി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.